എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊൽക്കത്തയിലെ ചരിത്രമുറങ്ങുന്ന ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ അരങ്ങേറിയ ഈ ആറാം മത്സരം ശ്വാസമടക്കി പിടിച്ചല്ലാതെ നിങ്ങൾ കണ്ടു തീർത്തിട്ടുണ്ടാവില്ല. ക്രിക്കറ്റ് ആവേശത്തിന്റെ സകല അതിരുകളും ഭേദിച്ച ഓരോ ഓവറിലും കഥയുടെ ഗതി മാറിമറിഞ്ഞ ഒരു അവിശ്വസനീയ ഹൈ സ്കോറിംഗ് പോരാട്ടമായിരുന്നു അത്. ഹൈദരാബാദിന്റെ ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് ഈഡൻ ഗാർഡൻസിൽ അക്ഷരാർത്ഥത്തിൽ തീമഴ പെയ്യിച്ച കാഴ്ചയാണ് തുടക്കം മുതൽ നാം കണ്ടത്. സ്റ്റേഡിയം മുഴുവൻ KKR ആരാധകരുടെ ആരവങ്ങളാൽ മുഖരിതമായിരുന്നു. ഗാലറിയിലാകെ ത്രിവർണ പതാകകളും ടീമിന്റെ കൊടികളും പാറിപ്പറന്നു. തങ്ങളുടെ പുതിയ നായകൻ അജിങ്ക്യ രഹാനെ ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഗാലറി ഒന്നടങ്കം ഇളകിമറിഞ്ഞു. ഈ ചെറിയ ഗ്രൗണ്ടിൽ ഹൈദരാബാദിനെ കുറഞ്ഞ സ്കോറിൽ ഒതുക്കി അനായാസം വിജയം നേടാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധീരമായ കണക്കുകൂട്ടൽ. എന്നാൽ സൺറൈസേഴ്സിന്റെ ഇന്നിംഗ്സ് തുറക്കാൻ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ക്രീസിലേക്ക് നടന്നെടുത്തപ്പോൾ തന്നെ ഈഡൻ ഗാർഡൻസിലെ ചൂട് വർദ്ധിച്ചു. വീണ്ടും ഒരു കൂട്ടക്കുരുതിക്ക് ഈ ജോഡി തയ്യാറെടുക്കുകയാണോ എന്ന് സകലരും ഭയന്ന നിമിഷങ്ങൾ. KKRനായി വൈഭവ് അറോറ എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഒരു ഗംഭീര കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി നേടി അഭിഷേക് ശർമ്മ തന്റെ നയം വ്യക്തമാക്കി. ആ ഓവറിൽ 12 റൺസ് പിറന്നതോടെ ഹൈദരാബാദ് തങ്ങളുടെ വേട്ട തുടങ്ങി. രണ്ടാമത്തെ ഓവറിൽ സ്ട്രൈക്കിലെത്തിയ സാക്ഷാൽ ട്രാവിസ് ഹെഡ് ബ്ലെസ്സിംഗ് മുസറബാനിയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് നേരിട്ടത്. അതിമനോഹരമായ ഒരു പുൾ ഷോട്ടിലൂടെ വമ്പനടിക്ക് തുടക്കമിട്ട ആ ഓവറിൽ പിറന്നത് 15 റൺസ്. KKR ബൗളർമാർ അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. റണ്ണൊഴുക്ക് തടയാൻ രഹാനെ സാക്ഷാൽ സുനിൽ നരേനെ പന്തേൽപ്പിച്ചിട്ടും യാതൊരു ഫലവുമുണ്ടായില്ല. ഇൻസൈഡ് ഔട്ട് ഷോട്ടുകളിലൂടെയും സ്വീപ്പുകളിലൂടെയും അഭിഷേക് അദ്ദേഹത്തെയും അടിച്ചു പറത്തിയതോടെ ആ ഓവറിൽ വന്നത് 14 റൺസ്. വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നിട്ടും ഹെഡിന്റെ രൗദ്രഭാവത്തിന് ശമനമുണ്ടായില്ല. ലോങ് ഓണിന് മുകളിലുള്ള കൂട്ടൻ സിക്സർ അടക്കം 18 റൺസാണ് ആ ഓവറിൽ സ്കോർ ബോർഡിലേക്ക് പറന്നിറങ്ങിയത്. പവർ പ്ലേ തീരുന്നതിന് മുൻപുള്ള 5-ാം ഓവറിൽ വീണ്ടുമെത്തിയ അറോറയെ തുടർച്ചയായ 2 ഫോറുകളും ഒരു സിക്സറുമടക്കം 20 റൺസ് അടിച്ചെടുത്ത് ഹെഡ് പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ഒരുനിൽ കാർത്തിക് ത്യാഗിയിലൂടെ KKRന് തങ്ങളുടെ ആദ്യ ജീവശ്വാസം ലഭിച്ചു. വെറും 21 പന്തിൽ 46 റൺസ് എടുത്ത് കൊടും കാറ്റുപോലെ ആഞ്ഞടിച്ച ട്രാവിസ് ഹെഡ് ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ച് പുറത്താകുമ്പോൾ പവർ പ്ലേയിൽ ഹൈദരാബാദ് 84 റൺസ് എന്ന അതികൂറ്റൻ സ്കോറിലെത്തിയിരുന്നു. എന്നാൽ ക്രീസിലെത്തിയ ഇഷാൻ കിഷൻ തുടക്കത്തിലൊന്ന് പരുങ്ങിയെങ്കിലും മറുവശത്ത് അഭിഷേക് ശർമ്മ തന്റെ സംഹാര താണ്ഡവം തുടർന്നുകൊണ്ടേയിരുന്നു. അജിങ്ക്യ രഹാനെ ഫീൽഡിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തിയിട്ടും ഒരു തന്ത്രവും വിലപ്പോയില്ല. വെറും 19 പന്തിൽ 240-ലധികം സ്ട്രൈക്ക് റേറ്റുമായി 47 റൺസ് എടുത്ത് നിൽക്കുന്ന അഭിഷേകിന് മികച്ച പിന്തുണ നൽകി ഇഷാൻ കിഷനും ഫോമിലേക്ക് ഉയർന്നതോടെ KKR ക്യാമ്പിന്റെ നെഞ്ചിടിപ്പേറി. 8-ാം ഓവറിൽ വീണ്ടും എത്തിയ കാർത്തിക് ത്യാഗിയെ തുടർച്ചയായ 3 തവണയാണ് അതിമനോഹരമായ ഷോട്ടുകളിലൂടെ കിഷൻ ബൗണ്ടറി കടത്തിയത്. മത്സരം പൂർണ്ണമായും ഹൈദരാബാദിന്റെ കയ്യിലാണെന്ന് തോന്നിച്ച ആ നിമിഷത്തിലാണ് 9-ാം ഓവറിൽ രഹാനെ വീണ്ടും മുസറബാനിയെ പന്തേൽപ്പിക്കുന്നത്. ആ തീരുമാനം കളിയിലെ ഏറ്റവും വലിയ മാന്ത്രിക വടിയായി മാറി. വേഗതയിൽ തന്ത്രപരമായി മാറ്റം വരുത്തിയ മുസറബാനിയുടെ പന്തിൽ കൂറ്റനടിക്ക് ശ്രമിച്ച് വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി ഇഷാൻ കിഷൻ ആദ്യം വീണു. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന അഭിഷേക് വീണ്ടും ഒരു ഫോറും സിക്സറും നേടി ഭയപ്പെടുത്തി. പക്ഷേ ആ ഓവറിന്റെ അവസാന പന്തിൽ അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടരികിൽ വെച്ച് അതിവേഗം റൺസ് ഉയർത്താൻ ശ്രമിച്ച അഭിഷേക് ശർമ്മയെയും മുസറബാനി കുടാരത്തിലേക്ക് മടക്കിയതോടെ ഈഡൻ ഗാർഡൻസ് ഇളകിമറിഞ്ഞു. അടുത്ത ഓവറിൽ അനുകുൽ റോയ് തന്റെ കൃത്യതയാർന്ന സ്പിന്നിലൂടെ അനികേത് വർമ്മയെ കൂടി വീഴ്ത്തിയതോടെ ഒരു വിക്കറ്റിന് 98 എന്ന നിലയിൽ നിന്നും 10 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റിന് 123 എന്ന സ്കോറിലേക്ക് സൺറൈസേഴ്സ് കൂപ്പുകുത്തി. അവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ് ആരംഭിച്ചത്. പിന്നീടുള്ള ഓവറുകൾ KKR സ്പിന്നർമാർ ഹൈദരാബാദിനെ ശ്വാസം മുട്ടിക്കുന്നതാണ് കണ്ടത്. 11 മുതൽ 14 വരെയുള്ള ഓവറുകളിൽ വരുൺ ചക്രവർത്തിയും അനുകുൽ റോയും സുനിൽ നരേനും ചേർന്ന് റൺമല കയറിക്കൊണ്ടിരുന്ന ഹൈദരാബാദിനെ വരിഞ്ഞുമുറുക്കി. ഹെൻറി ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും ബൗണ്ടറികൾ കണ്ടെത്താനാവാതെ വിഷമിച്ചതോടെ 14 ഓവറിൽ 155 റൺസ് എന്ന നിലയിലേക്ക് മത്സരം മന്ദഗതിയിലായി. കളി KKRന്റെ കയ്യിലേക്ക് വഴുതി മാറുന്നുവെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. എന്നാൽ അത് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു. 15-ാം ഓവറിൽ സുനിൽ നരേനെതിരെ ഒരു കിടിലൻ സ്വീപ്പ് ഷോട്ടിലൂടെ ക്ലാസൻ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. 17-ാം ഓവറിൽ വൈഭവ് അറോറയുടെ പന്ത് ഗാലറിയിലെത്തിച്ച് നിതീഷ് റെഡ്ഡിയും തങ്ങളുടെ നയം വ്യക്തമാക്കി. മത്സരത്തിന്റെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് കാർത്തിക് ത്യാഗി എറിഞ്ഞ 18-ാം ഓവറായിരുന്നു. ത്യാഗിയുടെ ലെങ്ത് പൂർണ്ണമായും പിഴച്ചപ്പോൾ ക്ലാസനും നിതീഷും ചേർന്ന് 2 അതിരൂക്ഷമായ ഫോറുകളും ഒരു പടുകൂറ്റൻ സിക്സറുമടക്കം 16 റൺസ് അടിച്ചെടുത്ത് ഹൈദരാബാദിന് വീണ്ടും നവജീവൻ നൽകി.
അവസാന ഓവറുകളിലെ ഓരോ പന്തും ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്നതായിരുന്നു. 19-ാം ഓവറിൽ വൈഭവ് അറോറ അതിഗംഭീരമായി പന്തെറിഞ്ഞ് നിതീഷ് റെഡ്ഡിയെയും മറ്റൊരു ബാറ്ററെയും വീഴ്ത്തി ഹൈദരാബാദിന് പ്രതീക്ഷ നൽകിയെങ്കിലും ഹർഷ ദുബെയുടെ തുടർച്ചയായ 2 ബൗണ്ടറികൾ അവരെ വീണ്ടും തളർത്തി. ഇന്നിംഗ്സിന്റെ അവസാന ഓവർ എറിയാനെത്തിയ മുസറബാനിക്കെതിരെ മനോഹരമായ ഒരു ബൗണ്ടറി നേടി ക്ലാസൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ പോരാട്ടവീര്യം കൈവിടാതിരുന്ന മുസറബാനി തന്റെ തന്ത്രപരമായ പന്തുകളിലൂടെ തൊട്ടടുത്ത പന്തിൽ ക്ലാസനെയും പിന്നാലെ വന്ന ശിവങ്ക് കുമാറിനെയും പുറത്താക്കി ഹൈദരാബാദിന്റെ കൂറ്റൻ സ്കോർ മോഹങ്ങൾക്ക് ചെറിയൊരു മങ്ങലേൽപ്പിച്ചു. വിക്കറ്റുകൾ ഒരു വശത്ത് കൊഴിഞ്ഞുകൊണ്ടിരുന്നെങ്കിലും നിശ്ചിത 20 ഓവറുകൾ അവസാനിക്കുമ്പോൾ ഹൈദരാബാദ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസ് എന്ന അതിമാരകമായ സ്കോർ പടുത്തുയർത്തിയിരുന്നു. തുടക്കത്തിലെ അതിശക്തമായ വെടിക്കെട്ടും ഇടവേളയിലെ അപ്രതീക്ഷിത തകർച്ചയും അവസാന ഓവറുകളിലെ ക്ലാസൻ റെഡ്ഡി കൂട്ടുകെട്ടിന്റെ ജീവൻ മരണ പോരാട്ടവും നിറഞ്ഞ കാണികളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഒരു ഒന്നാന്തരം ക്രിക്കറ്റ് വിരുന്നായിരുന്നു അത്. എന്നാൽ ഹൈദരാബാദ് ഉയർത്തിയ ഹിമാലയൻ ലക്ഷ്യം മുന്നിൽ കണ്ട് മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു വേണ്ടി അക്ഷരാർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റാണ് തുടക്കത്തിൽ തന്നെ ആഞ്ഞടിച്ചത്. ഡേവിഡ് പെയിൻ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഫിൻ അലൻ എന്ന കിവീസ് വെടിക്കെട്ടു വീരൻ ഈഡൻ ഗാർഡൻസിനെ തീപിടിപ്പിച്ചു. സിക്സറുകളുടെയും ഫോറുകളുടെയും ഒരു ഘോഷയാത്രയായിരുന്നു അത്. ഒരൊറ്റ ഓവറിൽ പിറന്നത് 25 റൺസ്. സ്കോർ ബോർഡ് റോക്കറ്റ് പോലെ കുതിച്ചു. വെറും 7 പന്തിൽ 4 ഫോറുകളും 2 കൂട്ടൻ സിക്സറുകളും അടക്കം 28 റൺസുമായി അലൻ ക്രീസിൽ സംഹാര താണ്ഡവമാടുമ്പോൾ ഈ കൂറ്റൻ ലക്ഷ്യം KKR അനായാസം മറികടക്കുമെന്ന് സ്റ്റേഡിയം ഒന്നടങ്കം വിശ്വസിച്ചു. എന്നാൽ ക്രിക്കറ്റ് എന്ന അനിശ്ചിതത്വങ്ങളുടെ കളിയിലെ ആദ്യ ട്വിസ്റ്റ് 2ാമത്തെ ഓവറിൽ തന്നെ സംഭവിച്ചു. പന്തെറിയാനെത്തിയ ഹർഷ് ദുബെയുടെ പന്തിൽ അതിശക്തമായ ഒരു ഷോട്ടിന് ശ്രമിച്ച ഫിൻ അലനെ ദുബെ തന്നെ ഒരു തകർപ്പൻ റിട്ടേൺ ക്യാച്ചിലൂടെ പിടികൂടി. കൊൽക്കത്തയുടെ നെഞ്ചിലേറ്റ ആദ്യത്തെ വലിയ പ്രഹരമായിരുന്നു അത്. തുടർന്ന് ക്രീസിലെത്തിയ യുവതാരം അങ്ക്രിഷ് രഘുവംശി ഭയലേശമന്യേ ഹൈദരാബാദ് ബൌളർമാരെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ജയദേവ് ഉനദ്ഘട്ടിനെയും അഭിഷേക് ശർമ്മയെയും അയാൾ അതിർത്തി കടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ മറുവശത്ത് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ റൺസ് കണ്ടെത്താൻ വല്ലാതെ പാടുപെട്ടു. സമ്മർദ്ദം താങ്ങാനാവാതെ 10 പന്തിൽ വെറും 8 റൺസ് എടുത്ത് രഹാനെ ഉനദ്ഘട്ടിന് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങിയതോടെ KKR പതുക്കെ പരുങ്ങലിലായി. പിന്നീടാണ് ഈ മത്സരത്തിന്റെ ഗതി തന്നെ പൂർണ്ണമായും മാറ്റിമറിച്ച ആ നാടകീയ നിമിഷങ്ങൾ അരങ്ങേറിയത്. രഹാനെയ്ക്ക് പകരം ക്രീസിലെത്തിയ കാമറോൺ ഗ്രീൻ വെറും 2 പന്തുകൾ നേരിട്ടതിനു ശേഷം രഘുവംശിയുമായുള്ള ആശയക്കുഴപ്പത്തിൽ ഒരു ദയനീയ റണ്ണൌട്ടിലൂടെ പുറത്തായി. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും രഘുവംശി ഒരറ്റത്ത് ഒറ്റയാൾ പോരാട്ടം തുടരുകയായിരുന്നു. തുടർച്ചയായ ബൗണ്ടറികളിലൂടെ വെറും 29 പന്തിൽ 52 റൺസ് എടുത്ത് അയാൾ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. കൊൽക്കത്തൻ ആരാധകർ വീണ്ടും വിജയപ്രതീക്ഷകൾ നെയ്തു തുടങ്ങിയ ആ നിമിഷത്തിൽ 11ാം ഓവറിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വലിയ ദുരന്തം സംഭവിച്ചു. ക്രീസിലുണ്ടായിരുന്ന റിങ്കു സിംഗുമായുള്ള ഭയങ്കരമായൊരു ആശയക്കുഴപ്പത്തിനൊടുവിൽ മികച്ച ഫോമിൽ കളിക്കുകയായിരുന്ന രഘുവംശി റണ്ണൌട്ടായി. ആ വിക്കറ്റ് വീണതോടെ ഈഡൻ ഗാർഡൻസിൽ ശ്മശാന മോഹത പരന്നു. KKRന്റെ വിജയപ്രതീക്ഷകളുടെ നട്ടെല്ലാണ് അവിടെ ഒടിഞ്ഞു വീണത്. അവിടുന്ന് അങ്ങോട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ പൂർണ്ണമായും തങ്ങളുടെ ഇരുമ്പ് മുഷ്ടി ചുരുട്ടുന്നതാണ് നാം കണ്ടത്. നിതീഷ് റെഡ്ഡിയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷന് ക്യാച്ച് നൽകി അനുകുൽ റോയ് സംപൂജനായി മടങ്ങിയതോടെ 13.3 ഓവറിൽ KKR 5 വിക്കറ്റിന് 139 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. തൊട്ടടുത്ത പന്തിൽ റിങ്കുവും അതിനു പിന്നാലെ തോടടുത്തായി അനുകുലും പുറത്തായതോടെ കൊൽക്കത്തയുടെ തോൽവി ഏകദേശം ഉറപ്പായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ 14.4 ഓവറിൽ 7ന് 154 എന്ന നിലയിൽ കൊൽക്കത്ത ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയെങ്കിലും സ്കോർ തികയ്ക്കുന്നതിൽ ബാലറ്റവും പൂർണ്ണമായും പരാജയപ്പെട്ടു. ഹൈദരാബാദ് ഉയർത്തിയ ആ കൂറ്റൻ സ്കോറിനു മുന്നിൽ ബാക്കി വന്ന KKR ബാറ്റർമാർക്ക് പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല. തുടക്കത്തിലെ ആവേശമൊക്കെ പൂർണ്ണമായും കെട്ടടങ്ങി മധ്യനിരയും വാലറ്റവും റൺസ് കണ്ടെത്താൻ പാടുപെട്ടതോടെ കൊൽക്കത്തയുടെ ഇന്നിംഗ്സ് തകർന്നടിഞ്ഞു. ഫിൻ അലനിലൂടെ സ്വപ്നതുല്യമായ തുടക്കം ലഭിച്ചിട്ടും മധ്യ ഓവറുകളിലെ നിരന്തരമുള്ള വിക്കറ്റ് വീഴ്ചകൾ KKRനെ തോൽവിയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. റിക്വയർഡ് റൺ റേറ്റ് കുതിച്ചുയർന്നതോടെ അവസാന ഓവറുകളിൽ ഹൈദരാബാദ് ബൌളർമാർ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ തോൽവി മുന്നിൽ കണ്ട സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ ബൌളർമാരുടെയും ഫീൽഡർമാരുടെയും അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ കൊൽക്കത്തയെ അവരുടെ തട്ടകത്തിൽ വെച്ച് തന്നെ തകർത്തെറിഞ്ഞ് ഒരു ഐതിഹാസിക വിജയം സ്വന്തമാക്കുകയായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.